ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി മലയിൽ പുത്തമ്പരയച്ച ബഹുമാനപ്പെട്ട മറ്റച്ഛന്മാരെ, പ്രിയപ്പെട്ട ഡീക്കൻ കണ്ണുതൊട്ടി കല്ലുവേലി ജോസഫ്, ശിമാശൻ്റെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട തോമസ് ചേട്ട, മേരിക്കുട്ടി ടീച്ചർ, സഹോദരൻ ജിതിൻ, ഈ പരിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ആർച്ച് പങ്കെടുക്കുന്ന റുഹാലിയ സെമിനാരിയുടെ റക്ടർ അറക്കലച്ച, നമ്മളുടെ ഈ ദേവാലയവും അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം പുത്തനാക്കി പണിയിപ്പിച്ച പ്രിയപ്പെട്ട ശ്രീകച്ച, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സമർപ്പിതരെ, നമ്മളിന്ന് നമ്മളുടെ ഈ ഇടവകയിൽ എല്ലാ അർത്ഥത്തിലും നവീകരിക്കപ്പെട്ട ഒരിടവകയായി ഇത് മാറി. ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമ്മളൊരു പുത്തൻ അച്ഛനെ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തു മാറ്റുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട വാഴക്കാലായിലച്ഛൻ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി അഭിഷിക്തനായ വ്യക്തിയാണ്. പിന്നീട് നമ്മൾ ഈ വർഷങ്ങളൊക്കെ 5-6 വർഷങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് നല്ല സമർത്ഥനായ ഒരു ശിമാശനെയാണ് ഈ ഇടവക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം തത്വശാസ്ത്രം പഠിച്ചത് മംഗലപ്പുഴ സെമിനാരിയിലാണ്. തിയോളജി പഠിക്കാനായിട്ട് അദ്ദേഹത്തെ ഉജ്ജയിനിലുള്ള റുഹാലയ മേജർ സെമിനാരിയിലേക്കാണ് വിട്ടത്. MST അച്ഛന്മാരുടെ ഉത്തരവാദിത്തത്തിൽ നടക്കുന്ന വലിയൊരു സെമിനാരിയാണത്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ശിമാശന്മാരെ അവിടെ വിട്ട് ദൈവശാസ്ത്രം പഠിപ്പിക്കാറുണ്ട്. അവിടുത്തെ റെക്ടറച്ഛൻ തന്നെ ഈ തിരുക്കർമ്മങ്ങൾക്ക് പ്രധാന ശുശ്രൂഷകനായിട്ട് ആർച്ച് നിൽക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ വടക്കേൽ പിതാവിൻ്റെ ആർച്ച് ബിഷപ്പായിട്ടുള്ള സ്ഥാനാരോഹണത്തിൽ പോയിരുന്നു. അന്ന് ഞാൻ നമ്മുടെ സെമിനാരി സന്ദർശിക്കുകയും ബഹുമാനപ്പെട്ട റെക്ടറച്ഛൻ്റെ വലിയ സന്തോഷഭരിതമായ വാക്കുകളും നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമെല്ലാം രേഖപ്പെടുത്തിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. ശിമാശൻ പഠിക്കാൻ വളരെ സമർത്ഥനാണ്. ലിറ്റർജിയും സുറിയാനി ഭാഷയും സഭാപിതാക്കന്മാരും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേക പഠനത്തിനും വായനയ്ക്കും വിഷയീഭവിക്കുന്ന കാര്യങ്ങളാണ്. നല്ല സ്പോർട്സ്മാനാണ്, കലാകാരനാണ്. വളരെ സിമ്പിൾ ആൻഡ് സിൻസിയർ ആയിട്ടുള്ള ഒരു ജീവിത ശൈലി അദ്ദേഹത്തിന് സഹജമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ശിമാശൻ്റെ ഈ പരിശീലന കാലഘട്ടത്തിൽ മുഖ്യ നേതൃത്വം കൊടുത്ത റെക്ടറച്ഛനും മറ്റ് സഹപാഠികൾക്കും. ബഹുമാനപ്പെട്ട റുഹാലിയ റെക്ടറച്ഛൻ രേഖപ്പെടുത്തിയ ഏതാനും ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. കാരണം അദ്ദേഹമാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടയാൾ. അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടിന്മേലാണ് നമ്മൾ തിരുപ്പട്ടം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതും. അങ്ങനെ നല്ല തൃപ്തികരമായ രേഖാമൂലമുള്ള റിപ്പോർട്ട് ശിമാശനെക്കുറിച്ച് നമുക്ക് കിട്ടി. ഉജ്ജയിന് റുഹാലയ സെമിനാരി നമുക്കെല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ്. ഹിന്ദി ഭാഷ പഠിക്കാം. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സമുദായങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനുള്ള അവസരമുണ്ട്. വലിയ ഹൈകാസ്റ്റ് ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഉജ്ജയിന്. രൂപതയ്ക്ക് നല്ലൊരു ഹോസ്പിറ്റലുണ്ട്. അതുപോലെ ശിമാശന്മാർക്ക് അവിടെ ഹിന്ദി സംസാരിക്കുന്ന ഇടവകകളിൽ ഞായറാഴ്ചകളിൽ ശുശ്രൂഷയ്ക്ക് പോകാനുള്ള അവസരമുണ്ട്. നല്ലൊരു ഓപ്പണിംഗാണ്. കേരളത്തിന് പുറത്ത് ശേഷവതിയായിട്ട് ഈ റുഹാലയത്തിൽ പഠിക്കാൻ പറ്റുന്നു എന്നത്. MST അച്ഛന്മാർ നല്ല സമർത്ഥരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള
അച്ഛന്മാരാണ്. റിട്ടച്ചനും നമ്മുടെ രൂപതയിൽ നിന്നുള്ള ആളാണ്. അങ്ങനെ ആ ഒരു വലിയ പരിശീലന കാലഘട്ടത്തെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് നമ്മുടെ ചാവറ കുര്യാക്കോസ് പുണ്യവാളൻ്റെ തിരുനാളാണ്. നമ്മുടെ സഭയിൽ വിദ്യാഭ്യാസ മേഖലയിലും സുറിയാനി ഭാഷയുടെ മേഖലയിലും വലിയൊരു നവോത്ഥാനം പുണ്യവാൻ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ. നമ്മുടെ വൈദിക വിദ്യാർത്ഥികളിൽ ലിറ്റർജിയെക്കുറിച്ചും സഭാപിതാക്കന്മാരെക്കുറിച്ചും സുറിയാനി ഭാഷയെക്കുറിച്ചുമൊക്കെ കൂടുതൽ ആഭിമുഖ്യങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതിലെനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സന്തോഷമുണ്ട്. കാരണം ദൈവവചനത്തെ അതിൻ്റെ സമഗ്രതയിൽ വ്യാഖ്യാനിക്കുന്നവരാണ് പിതാക്കന്മാർ, സഭയുടെ പിതാക്കന്മാർ. അവരുടെ പ്രബോധനങ്ങളിലൂടെയാണ് ദൈവാരാധന ക്രമങ്ങളും പിന്നീട് വലിയ ഡോഗ്മാകളും എല്ലാം സഭയിൽ ഉണ്ടായത്. ബെനഡിക്റ്റ് പരിശുദ്ധ പിതാവ് പറയുമായിരുന്നു, സഭയിൽ പൊതുവെ പറഞ്ഞാൽ ആദ്യത്തെ 10 നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്രം മുഴുവനും മൊണാസ്റ്റിക്. അത് ലിറ്റർജി ആണെങ്കിലും തിയോളജി ആണെങ്കിലും മോറൽ തിയോളജി ആണെങ്കിലും അതിനൊരു മൊണാസ്റ്റിക് ആയിട്ടുള്ള ആഭിമുഖ്യമുണ്ട്. അത് മോണസ്ട്രികൾ അക്കാലത്തൊക്കെ വളരെ റാഡിക്കലായിട്ടുള്ള സമ്പ്രദായമായിരുന്നു. അതിൽ വൈദികരും സമർപ്പിതരും അൽമായരും എല്ലാം വ്യത്യസ്ത ദേറാകളിൽ താമസിച്ചിരുന്ന കാലഘട്ടമാണ്. നമ്മുടെ രൂപതയിൽ നമ്മളൊരു പുതിയ ദേറ അടപ്പേശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സ്ഥാപിച്ചത് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. ശ്ലീഹന്മാരും സുവിശേഷകന്മാരും കഴിഞ്ഞാൽ പിതാക്കന്മാരാണ്, സഭാപിതാക്കന്മാരാണ് ആധികാരികമായിട്ട് ദൈവവചനം വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് അത്തരം ഉറവിട പഠനങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു മേഖല ആയിരിക്കാം, എങ്കിൽ പോലും അത് നമ്മളുടെ വലിയ വിദ്യാർത്ഥികൾ ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കൂടുതലായിട്ട് നമ്മൾ അത്തരം മേഖലകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്മളുടെ ശുശ്രൂഷ കർമ്മത്തിലെ 2 ചെറിയ പ്രാർത്ഥനകൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കനോനായുടെ അവസാന ഭാഗത്ത് മഹത്വപൂർണയായ സഭയുടെ ചൈതന്യത്താൽ ഇയാളെ നിറയ്ക്കണമേ. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മഹത്വപൂർണയായ സഭയുടെ ചൈതന്യത്താൽ ഈ ശമാശനെ നിറയ്ക്കണമേ. പുരോഹിതൻ സഭയുടെ ഹൃദയത്തിൽ നിന്നാണ്. എക്സ് കോർദെ എക്ലീസിയെ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് അച്ഛന്മാർ പിറക്കുന്നത്. അതുകൊണ്ട് സഭാബോധമില്ലാതെ പുരോഹിതന്മാർ വന്നാൽ അത് ഫലദായകമായ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. സഭയുടെ ചൈതന്യം ഇല്ലാത്ത അച്ഛന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാം നമ്മളുടെ സഭയുടെ ലിറ്റർജിയോടും അതുപോലുള്ള കാര്യങ്ങളോടുമൊക്കെ വളരെ ലാഘവബുദ്ധിയോടുകൂടി പെരുമാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ അച്ഛൻ സഭയുടെ ഹൃദയത്തിൽ നിന്നാണ് വന്നത് എന്നുള്ള ആ ഒരു ബോധ്യം നല്ലതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ്. ഹൃദയത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾ അതെന്നും ഹൃദയത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. സഭയുടെ പാരമ്പര്യങ്ങളോടും ലിറ്റർജിയോടും സഭയുടെ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്ന അധികാരികളോടുമെല്ലാം അവർ ചേർന്ന് പ്രവർത്തിക്കണം. മറ്റൊന്ന്, കൈവെപ്പ് പ്രാർത്ഥനയിൽ തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആദിമസഭയുടെ പിതാക്കന്മാർ കുറിച്ചു വച്ച കാര്യമാണ് നമ്മളിന്ന് വലിയ കൈവെപ്പ് ശമീത പ്രാർത്ഥനയായിട്ട് എടുത്തിരിക്കുന്നത്. തിരുസഭയ്ക്ക് പുറത്ത് പൗരോഹിത്യം ഇല്ല.
തിരുസഭയ്ക്ക് ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് കർത്താവിൻ്റെ പൗരോഹിത്യം വരുന്നത്. സഭയോട് ചേർന്ന് നിൽക്കാതെ പൗരോഹിത്യം നമുക്ക് ജീവിക്കാനോ അതിൻ്റെ ഗുണമേന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ആ ഒരു വലിയ ശുശ്രൂഷ നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ടതാണ്. ആ ഹൃദയശുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് ഈ ശമാശനെ കർത്താവിൻ്റെ പുരോഹിതനായിട്ട് നമ്മൾ അഭിഷേകം ചെയ്യുന്നത്. പൗലോസ് തിമത്തിക്ക് എഴുതിയ ലേഖനം 2 തിമത്തി 4:4 വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർദ്ധിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണം. ജനങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവരിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ തേടി പോകുന്നു. അവൻ സത്യത്തിന് നേരെ ചെവിയടച്ച് യഥാർത്ഥ ദൈവവിചാരം ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്നു. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷത്തിൻ്റെ ജോലി ചെയ്യുകയും ചെയ്യുക. പൗലോസ് എത്ര തീഷ്ണതയോടുകൂടിയാണ് ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സഭയോട് ചേർന്ന് നിൽക്കാനും സഭയുടെ സുവിശേഷമാണ് നിരന്തരമായിട്ട് അച്ഛന്മാർ വ്യാഖ്യാനിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ എക്കാലവും ഈ സഭയെ നയിക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നമുക്ക് ഒന്നും പറയാനോ പഠിപ്പിക്കാനോ ഇല്ല. 1-2 നിമിഷങ്ങൾ ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചും നമ്മൾ കേട്ട് നല്ല പരിചയമുള്ള ഭാഗമാണ്. കർത്താവിനോട് ശിഷ്യന്മാർ പൊതുജനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചോദിക്കുന്ന സംശയങ്ങളും ഉത്തരങ്ങളുമൊക്കെയാണല്ലോ അത്. അതിൽ ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യമാണ് ചർച്ചാവിഷയം. അപ്പോൾ അവിടെ കർത്താവ് കൊടുക്കുന്ന ഉത്തരം നമുക്കും ബാധകമാണ് എല്ലാ അർത്ഥത്തിലും. യഥാർത്ഥ ദൈവചിന്തയോ വിശ്വാസമോ ഇല്ലാതെ ഒരുവനും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണ് ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ മാതൃക അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂചിക്കുഴ യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ്, ഈശോയുടെ സുവിശേഷമാണ്, സജീവമായ പാരമ്പര്യമാണ്. അതിലൂടെ കടക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രവേശനത്തിന് 2 വലിയ മാതൃക എക്സാജറേറ്റഡായിട്ട് തോന്നിയാലും നമുക്ക് സുവിശേഷകൻ തന്നിരിക്കുന്നത്. കാമിലോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വടം, കയറ് എന്നാണ്. കാമിലോസ് വളരെ പോപ്പുലറായിട്ടുള്ള വാക്കാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അർത്ഥമാണ് കയറ്, വടം എന്നൊക്കെയുള്ളത്. അതുപോലെ തന്നെ സമാനമായ മറ്റൊരു വാക്കാണ് കാമെലോസ്. അല്പ വ്യത്യാസമേ ഉള്ളൂ ഉച്ചരിക്കുന്നതിൽ. അതിൻ്റെ അർത്ഥം ഒട്ടകം എന്നാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമല്ല. കയറും സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പമല്ല.
നമ്മുടെ നാട്ടിലായിരുന്നു സുവിശേഷകനെങ്കിൽ ആന സൂചിക്കുഴലിലൂടെ കടക്കുന്നു പറയുമായിരുന്നു. വലിയൊരു മൃഗത്തിൻ്റെ കാര്യം അത് ആ തിരുവചനത്തിൻ്റെ പ്രാധാന്യം കാണിക്കാനാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വൈദികൻ നിരന്തരമായിട്ട് എടുക്കേണ്ട ഒരു സമീപനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഈ സൂചിക്കുഴയിലൂടെ നമ്മൾ കടക്കണമെങ്കിൽ നമ്മളൊന്ന് ഒതുങ്ങിക്കൊടുക്കേണ്ടി വരും. നല്ലപോലെ ഒന്ന് ഒതുങ്ങിക്കൊടുക്കണം. എന്നാലേ ഈ സൂചിക്കുഴയിലൂടെ കടക്കാൻ പറ്റുകയുള്ളൂ, ഈ സുവിശേഷം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിന് നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ സംസാരം, അതുപോലെ നമ്മുടെ എഴുത്തുകൾ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്, അതെല്ലാം നമ്മൾ വളരെ സങ്കീർണമായ പാപത്തിന് കാരണമാകുന്ന വിധങ്ങളിലേക്ക് എഴുതുകയും കുറ്റാരോപണം നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അവർക്കൊന്നും സാധ്യമായ കാര്യമല്ല ഇത്. ഏത് മനുഷ്യനെയും ഇത് ബാധിക്കാം. നമ്മളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ വേറെ ആരിലേക്കും പോവുകയോ അവരെക്കുറിച്ച് ഓർക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മളെക്കുറിച്ച് ഓർത്താൽ മതി. സൂചിക്കുഴയിലൂടെ കടന്ന് ഇടുങ്ങിയ വാതിലായ ഈശോ പോർത്ത അൻഗുസ്ത എന്ന് സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് മോക്ഷത്തിൽ എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ഒരു കാര്യം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ മാത്രം മതി. അത്തരം കാര്യങ്ങളിലേക്ക് നിരന്തരമായിട്ട് വൈദികൻ പ്രബോധനം നൽകണം. വചനം വായിക്കുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. ഇടുങ്ങിയ വാതിൽ, സൂചിക്കുഴ, ഒട്ടകം, കയറ്, ഇതെല്ലാം പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങളെ നമ്മൾ യാഥാർത്ഥ്യങ്ങളായിട്ട് കണ്ട് മനസ്സിലാക്കണം. കർദിനാൾ ന്യൂമാൻ്റെ ടൂമ്പിൽ, കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്, ഫ്രം ഷാഡോസ് ടു റിയാലിറ്റി, മറഞ്ഞു പോകുന്ന നിഴലുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എന്നാണ് കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത്. വലിയൊരു പ്രബോധനമാണല്ലോ അത്. ജോൺ എഫ് കെന്നഡി അമേരിക്കയിൽ അപ്രത്യക്ഷമായിട്ട് മരിച്ച് സംസ്കരിക്കപ്പെട്ട ആ കല്ലറയിലും സമാനമായ കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. പലർക്കും കല്ലറ ജീവിതത്തിൻ്റെ അന്ത്യമാകുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ കല്ലറയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രതീകങ്ങൾ നമ്മളാദ്യം പറഞ്ഞതുപോലെ തിരുസഭയിൽ ഒരു പുരോഹിതൻ എങ്ങനെയാകണം, സഭയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പുരോഹിതൻ വരുമ്പോൾ ദൈവവചനത്തോടും ദൈവാരാധനയോടും അതുപോലെ സഭയുടെ പ്രബോധന അധികാരത്തോടുമൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം എന്നതിലേക്കുള്ള വലിയൊരു വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. കല്യാണ വിരുന്നിൻ്റെ കാര്യം മത്തായി 22 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആശ്ചര്യകരമായ ഒരു ചോദ്യം അവിടെ ഉടമസ്ഥൻ ചോദിക്കുകയാണ്, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ ഇതിനകത്ത് കയറി? വഴിയിൽ നിന്നവരെ വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ടാണ് വിരുന്നിൻ്റെ ഉടമസ്ഥൻ, ആത്യന്തികമായിട്ട് ഈശോയാണല്ലോ, ആ ഒരു ചോദ്യം, കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ എൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ വന്നു? നമുക്കറിയാം, അത് വെറുതെ ഉടുപ്പിൻ്റെ കാര്യമല്ല, വസ്ത്രത്തിൻ്റെ കാര്യമല്ല. എൻ്റെ വിരുന്നിൽ, ഈശോയുടെ വിരുന്നിൽ പങ്കുപറ്റാനുള്ള ആ ഒരു ആത്മീയത, ആ ഒരു നൈർമല്യം നിനക്കുണ്ടോ? ഒരു ഒക്കേഷൻ നമ്മൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ടാസ്ക് പൂർണ്ണമാകുന്നില്ല. നമ്മൾ വിനയത്തോടും എളിമയോടും ധാർമ്മികമായ വിചാരങ്ങളോടും കൂടെ നമ്മൾ ഇടപെടുമ്പോഴാണ് നമുക്ക് ആ മണവറയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. സൂചിക്കുഴയിലൂടെ കടക്കുന്ന ആത്മീയതയുള്ളവരായിട്ട് നമ്മൾ മാറുന്നത്, നമ്മുടെ ജനങ്ങളിത് കണ്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈശോയെ അനുഗമിക്കാനുള്ള വലിയ റാഡിക്കലായിട്ടുള്ള ഒരു വിളിയാണ് അച്ഛനാവുക എന്നത്. ഈശോയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയാണ്ടല്ലോ, നൊവീസിമും ടെസ്റ്റമെന്തും, എല്ലാം പുത്തനാക്കിക്കൊണ്ടുള്ള
ടെസ്റ്റമെൻ്റ്, നൊവീസിമും ടെസ്റ്റമെൻറ്റും. ഈശോയെക്കുറിച്ച് ലൂതർ ഒരിക്കൽ എഴുതി, മോസീസിമുസ് മോസസ്, സമ്പൂർണ്ണ മോസസ്. ഒരു ആരും ഉപയോഗിക്കാത്ത ഡിക്ഷണറി പോലും കാണുന്ന വാക്കായിരിക്കുകയില്ല. മോസീസിമുസ് മോസസ്. മോശയ്ക്ക് പരിമിതികളുണ്ടായിരുന്നു, എന്നാൽ ഈശോയ്ക്ക് പരിമിതികളൊന്നുമില്ല. ഒരു പരിമിതിയുമില്ലാത്ത മോസസ് ഈശോയാണ്. നൊവീസിമുസ് ആയിട്ടുള്ള ടെസ്റ്റമെൻറ്റും ന്യൂ ടെസ്റ്റമെൻ്റ് ആയിരിക്കുന്ന ഈശോയാണ്. അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് അടുക്കണം. ഓരോ ദിവസവും നമ്മൾ തിരുവചനം അച്ഛന്മാർ പ്രത്യേകിച്ച് വായിക്കണം. പരിശുദ്ധ കുർബാന നല്ലതുപോലെ അർപ്പിക്കണം. യാമപ്രാർത്ഥനകൾ ഉപേക്ഷിക്കരുത്. നമ്മളത് കൈവിട്ട് കളഞ്ഞാൽ അത് സഭയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്. ഉറവ വറ്റിയാൽ നദികളും വറ്റും. ഉറവ വറ്റിയാൽ നദികൾ വറ്റും. ഓരോ വിശ്വാസിയും ഓരോ അച്ഛനും അടിസ്ഥാനപരമായ ഈ വിശ്വാസം കൊണ്ട് നടക്കണം, അത് പ്രഘോഷിക്കണം. നമ്മൾ ഈ റുഹാലയത്തിലൊക്കെ വിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വളരെ ക്ലേശകരമായ സാഹചര്യത്തിലും എതിർപ്പും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും നമ്മൾ പേടിച്ച് മാറിപ്പോകാതെ ഈശോയെക്കുറിച്ച് പറയാനുള്ള ആ ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പോഴാണ് സുവിശേഷം ജീവിക്കുന്നത്. നമ്മൾ ഉറങ്ങിപ്പോകരുത്. ഈ അടുത്ത നാളിൽ ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, പത്രോസ് ഉറങ്ങുകയാണ്, യൂദാസ് ഉറക്കമിളച്ചിരിക്കുകയാണ്. നമ്മൾ പത്രോസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. നമ്മൾ പലപ്പോഴും ഉറങ്ങുകയാണ്, വേണ്ട കാര്യം പറയുന്നില്ല, വേണ്ടതുപോലെ പറയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എന്നാൽ പിശാചുക്കൾക്ക് ഉറക്കമില്ല. അല്പം പോലും ഉറങ്ങാതെ എപ്പോഴും കാത്തിരിക്കുന്നവരാണ് പിശാചുക്കൾ. നമ്മളത് മനസ്സിലാക്കണം. ഒരു പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രു ഒരച്ഛനാണ്. ഒരച്ഛനെ എങ്ങനെ തകർക്കാം എന്നത് മാത്രമാണ് പിശാചിൻ്റെ അടിസ്ഥാനപരമായ ചിന്തയും ഏർപ്പാടുകളുമെല്ലാം. അതുകൊണ്ട് നമ്മൾ ക്രമബദ്ധമായ ജീവിതത്തിലൂടെ ഈശോയെ കൂട്ടുപിടിച്ച് പരിശുദ്ധ കുർബാനയെ കൂട്ടുപിടിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ഈ ശമാശന് തിരുപ്പട്ടം നൽകുന്നത്. സമർത്ഥനായ കുട്ടിയാണ്, നിരവധി കഴിവുകളുണ്ട്. അതെല്ലാം നമ്മുടെ രൂപതയുടെ, നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന് കിട്ടിയ നല്ല 2 പരിശീലന കേന്ദ്രങ്ങൾ, മംഗലപ്പുഴ സെമിനാരിയും റുഹാലയ സെമിനാരിയും വലിയ 2 കേന്ദ്രങ്ങളാണ്. അവിടെ നിന്ന് കിട്ടിയ ആ ഒരു പരിശീലന മികവും എല്ലാം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. റുഹാലയ റെക്ടറച്ചനെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഈ ഇടവകയിൽ ഇനിയും നമുക്ക് കൂടുതൽ അച്ഛന്മാരും ഉണ്ടാകണം. നമുക്ക് വാഴക്കാലായച്ചനും പിന്നീട് നമ്മുടെ ജോസ് പ്രൊപ്പഗാന്തായിൽ പഠിക്കുന്നുണ്ട്. 1 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിൻ്റെയും പഠനം തീരും. അങ്ങനെ നല്ല സമർത്ഥരായ വൈദികരാണ് ഇവരെല്ലാം. അതുപോലെ ഇനിയും നമുക്ക് കുട്ടികൾ സെമിനാരിയിൽ ചേരാനും രൂപതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മിഷന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെ മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയ വിയാരിസിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. വലിയ ക്രമീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം അച്ഛൻ്റെ സദസ്യത്വമായ സാമർഥ്യവും ചിന്തകളും ആത്മീയതയും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും സിസ്റ്റേഴ്സും എല്ലാം അതിനോട് വളരെ സഹകരിച്ചു. നമ്മൾ അഭിഷേകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. നിങ്ങളും ആ പ്രാർത്ഥനയിലെ ഓരോ വാക്കും ശ്രദ്ധിക്കുകയും അതിൻ്റെ ഗുണമേന്മ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ആരാധന സമൂഹത്തിന് മുഴുവനും കിട്ടണം. നമ്മളെല്ലാവരും അഭിഷേകം ചെയ്യപ്പെടണം. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന ഈ സഭയിൽ നിന്ന് കർത്താവ് നമുക്ക് ഈ പുത്തൻ അച്ഛനെ തരുന്നത്. പരിശുദ്ധ കുര്യാക്കോസ് അച്ഛനോടും പരിശുദ്ധ അൽഫോൻസാമ്മയോടും മധ്യസ്ഥം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.